ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരരുടെ ജാമ്യാപേക്ഷയും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരും. തന്ത്രി ആചാരലംഘനം നടത്തിയെന്നും സ്വർണം കൊണ്ടുപോകാൻ മൗനാനുവാദം നൽകിയെന്നുമൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി തീരുന്നതുകൊണ്ട് തന്നെ ഇന്ന് വിജിലൻസ് കോടതിയിൽ അദ്ദേഹത്തെയും ഹാജരാക്കും. ഷമീറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത്. ഷമീർ, ഗുഡ് മോർണിംഗ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നടന്നതും ഏറെ നിർണായകവുമായ അറസ്റ്റായിരുന്നു ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരരുടേത്. ഇന്നിപ്പോ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്ന ദിവസമാണ്. എന്തൊക്കെ പ്രതീക്ഷിക്കണം? വെരി ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഈ കേസിൽ അതായത് പ്രധാനമായും ഈ കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷയാണ് ആദ്യമായി വരുന്നത്. 13ാം പ്രതിയാണ് തന്ത്രി ഈ കേസിൽ. അതായത് തന്ത്രി ഇതിൽ പ്രധാനമായും ഇത്തരത്തിൽ ഈ ജാമ്യാപേക്ഷ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇന്ന് സമർപ്പിക്കുക ദേവസ്വം മാനുവലിലെ 2 പ്രകാരം കട്ടിളപ്പാളി അടക്കമുള്ള ഉപകരണങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ തന്ത്രിയെ ഇതിൽ പ്രതിയാക്കിയിരിക്കുന്നത്. അത് ദേവസ്വം മാനുവലിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ഉത്തരവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളി അടക്കം കൊണ്ടുപോകുന്നത് തടയാൻ കഴിയില്ല എന്നൊരു വാദം തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നും കോടതിയിൽ ഈ പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിക്കും. പക്ഷേ ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ കണ്ടെത്തലുകളാണ് തന്ത്രിക്കെതിരെ ഉള്ളത്. തന്ത്രി ആചാര ലംഘനം നടത്തി, അതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടു പോകുമ്പോൾ മൗനാനുവാദം നൽകി, അതുപോലെ തന്നെ ഗുരുതരമായ കുറ്റകരമായ ഗൂഢാലോചന നടത്തി, ഒപ്പം തന്നെ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണം, തന്ത്രി ഇത്തരത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ അറസ്റ്റ് റിപ്പോർട്ടിലും റിമാൻഡ് റിപ്പോർട്ടിലും പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങണം, കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പിൽ വെക്കുക. എന്തായാലും സ്വാഭാവികമായി ഈ കേസ് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലായതിനാൽ തന്നെ വിജിലൻസ് കോടതിക്ക് ജാമ്യം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷയ്ക്ക് ഇനി ഹൈക്കോടതിയെ സമീപിക്കാനായിരിക്കും വിജിലൻസ് കോടതി പറയുക. എന്തായാലും സുപ്രധാനമായ തെളിവുകൾ, മൊഴികൾ ഒക്കെ തന്നെ തന്ത്രിക്കെതിരാണ്. അക്കാരണത്താൽ തന്നെ തന്ത്രിക്ക് നിലവിൽ ജാമ്യം നൽകാൻ കോടതിക്ക് കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കാം അപ്പൊ എങ്ങനെയായിരിക്കും ഈ ജാമ്യാപേക്ഷ വരുന്ന സമയത്ത് കോടതിയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ, വാദങ്ങൾ, നിരീക്ഷണങ്ങൾ എന്ന് കാത്തിരുന്ന് കാണാം.